ഒന്നാം അധ്യായത്തിലെ തുടർച്ചയായുള്ള അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. മനീഷാണാം ജയത്തേഷാം തുല്യമന്യതോഭയോः ജ്ഞാനേപി സദേ വൈശ്യേതാൻ പദം കാഞ്ചാപചഞ്ചുഹോ കണമോഷാദാൻ മോഹാം പീഡ്യമാനവേഷുധാ മാനിഷാ വ്യാക്ര സാവിലാഷാസുതാം പ്രദേം ദ്വവാബുദ്ധുപകാരായ നന്നതാംഗിം ന പശ്യസി തഥാ ഭീമമതാവർത്തേ മോഹകർത്തേ നിവാദിതാഃ മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതികാരിണഃ തന്നാത്ര വിസ്മയേ കാര്യോ യോഗനിദ്രാ ജഗൽപതേഃ മഹാമായ ഹരേ ചൈഷ തയാ സമ്മോഹ്യതേ ജഗൻ ജ്ഞാനിനാമവിജയതാംസി ദേവേ ഭഗവതി ഗീസാം ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതേ തയാ വിസർജ്യതേ വിശ്വം ത്രിലോക്യം സചരാചരം സൈഷാ പ്രസന്നാ വരദാ നിർണാം ഭവതി മുക്തയേ സാ വിദ്യാ പരമാ മുക്തേർ ഹേതുഭൂതാ സനാതനേ സംസാരബന്ധഹേതുച്ഛ സൈവ സർവേശ്വരീശ്വരീ രാജോവാചാം ഭഗവൻ ഗാഹി സാ ദേവി മഹാമായേതിയാം ഭവാം പ്രവേദി കഥമുൽപ്പന്ന സാ കർമാദച്ച കിം ദ്വിജ യൽ പ്രഭാവാച്ച സാ ദേവി യൽ സ്വരൂപായതുദ്ഭവാം തത്സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദാംബരാം ഋഷുരുവാചാം നിത്യൈവ സാ ജഗന്മൂർത്തേ സ്തയാ സർവമിദം തദം തദാ വേദസമുൽപത്തിർ ബഹൂധാ ശ്രൂയതാം മമാം ദേവാനാം കാര്യസിദ്ധ്യർത്ഥ മാവിർഭവതി സാ യഥാ ഉൽപ്പന്നേതി തദാ ലോകേ സാന്യധ്യാഭവേദീയതേ യോഗനിദ്രാം യഥാ വിഷ്ണോർ ജഗത്യേകാർണവീകൃതേ ആസ്തീയശേഷമാ ഭജൻ കൽപ്പാന്തേ ഭഗവാൻ പ്രഭോ തഥാ ദ്വാവസുരോ ഘോരോ വിഖ്യാതോ മധുഖൈടഭോ വിഷ്ണു കർണമലോർഭൂതോ ഹന്തും ബ്രഹ്മാണമുദ്യതോ സേനാഭി കമലോ വിഷ്ണു സ്ഥിതോ ബ്രഹ്മാ പ്രജാപതിഃ ദൃഷ്ട്വാ താവസുരോ ജോഗ്രോ പ്രസൂതം ജനാർദ്ദനം ദുഷ്ടാവയോഗനേത്രാം താമേകാഹൃദയസ്ഥിതഃ പ്രബോധനാർത്ഥായ ഹരേ നേത്രഹൃദാലയാം വിശ്വേശ്വരീം ജഗദ്ധാത്രീം സതീ സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോ അതുലാം തേജസ പ്രഭുഃ ബ്രഹ്മോവാചാം ത്വം സ്വാഹാ ത്വം സ്വദാ ത്വം യേ വഷട്കാരാസുരാത്മികാ സുധാ ത്വമക്ഷരേ നിത്യേ ത്രിതാമാത്രാത്മികാ സ്ഥിതാം അർദ്ധമാത്രസ്ഥിതാ നിത്യാ യാനുച്ചാര്യ വിശേഷതഃ ത്വമേവാ സാ ത്വം സാവിത്രീ ത്വം ദേവി ജനനീ പരാം ത്വയേതദ്ധാര്യതേ വിശ്വം ത്വയിതത്സൃജതേ ജഗത് ത്വയിതദ്പാല്യതേ ദേവേ ത്വമൽസന്തേ ച സർവദാ വിശിഷ്ടോ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതേ രൂപാന്തേ ജഗദ്വസ്യേ ജഗന്മയേ മഹാവിദ്യാ മഹാമായ മഹാമേധ മഹാസ്മൃതിഃ മഹാമോഹാച്ഛ ഭഗവതി മഹാദേവി മഹാസുരീ പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയവിഭാവിനി കാളരാത്രിർമഹാരാത്രിർ മോഹരാത്രി ച ദാരുണ ത്വം ശ്രീസ്ത്വമീശ്വരീ ത്വം ശ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാ പുഷ്ടേസ്തദാ ദുഷ്ടിസ്ത്വം
त्वं शान्तिरेव च। गड्गिनी शूलिनी घोरा गदिनी चक्रिणी तथा शङ्खिनी शापिनी बाणभूषुण्डी परिहायुधा सौम्यधरा शेष सौम्यर्भेश्वरी पराणां परमा त्वमेव परमेश्वरी। यच्च किं देवजेतस्तो सदसद्वाखिलात्मिके तस्य सर्वस्य या शक्तिः सा त्वं किं स्तुयसे तदा। यया त्वया जगत्सृष्टा जगल्पादाद्यो जगम् स्ववेनेत्रावसं नीत कस्त्वं सोदमिकेश्वरः। विष्णु शरीरग्रहणामगामीशानमेव च कार्यदास्ते यदोदस्त्वां कः सोदुं शक्तिमान् भवेम्। सात्वमित्तं प्रभावैर्स्वैरोदारे देवी संस्तुता मोघयैदो दुरादर्शावसुरौ मधुकैटभो प्रबोधञ्च जगल्स्वामी नियतामच्युतोल्लुहो बोधश्च क्रियधामस्य अन्धुमेधो मगासुरो ऋषुर्वाजाम्। एवं स्तुता तदा देवी तामसे तत्र वेदस विष्णो प्रबोधनार्थाय निहन्तुं मधुकैटभो। नेत्रास्य नासिका बाहो हृदये वेष्णदो रसं निर्गम्य दर्शने दस्तौ ब्रह्मणो व्यक्तजन्मनः उत्तस्तौ जगन्नाथस्तया मुक्तो जनार्दनः। एकार्णवेगिशेनाथदास तदृशे जदौ मधुकैटभो दुरात्मानावधि वीर्यपराक्रमो क्रोधरक्तेषणो हन्तुं ब्रह्माणं जनितोद्यमो समुस्नाय सदस्ताभ्यां युधे भगवान् गिरिः। पञ्चवर्षसहस्राणि वायुप्रकरणो विभुः ताव्यभदिबलोन्मत्तो महामाया विमोहितो उक्तवन्तो वरोन्मत्तो प्रियतामिति केशवं। श्रीभगवानुवाच भवेदामद्य मे दुष्टो ममावद्याबुभावपि किमन्येन वरेणाद्रयेदां वद्ये वृतं मया। ऋषुरुवाच वञ्चिताभ्यामिति तदा सर्वमाहोमयं जगन् विलोक्यताभ्यां गदितो भगवान् कमलेक्षणः आवां जयेन यद्रोर्वी सलीलेन परिप्लुता। ऋषुरुवाच तदेदुग्धा भगवता शङ्खचक्रगदाभृता कृत्वा चक्रेण वैच्छिन्ने जगने शिरसीदयोः। एवमेषा समुत्पन्ना ब्रह्मणा संस्तुता स्वयं प्रभावमस्य देव्यास्तु पूया सुर्णपदामिति। ऐं ॐ इति श्रीमार्कण्डेयपुराणे सावर्णिके मन्वन्तरे देवी महात्म्ये मधुकैटभवधो नाम प्रथमो अध्यायः।